ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കൂ. ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു വീഡിയോ പ്രധാനമായിട്ട് ഞാൻ ചെയ്യുന്നത് വാഹനം പഠിച്ചു തുടങ്ങുന്ന ലേഡീസിന് വേണ്ടിയാണ്. ഒപ്പം തീർച്ചയായിട്ടും വാഹനം ഓടിക്കുന്ന ജെൻസിനും തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഗുണം ചെയ്യുന്നതാണ്. കൂടുതലും ലേഡീസിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞതിൻ്റെ പിന്നിലെ കാര്യം, ഇപ്പോൾ ഒരുപാട് ലേഡീസ് വാഹനം പഠിക്കാനായിട്ട് വരുന്നുണ്ട്. പല ആൾക്കാർ വാഹനം ഓടിച്ച് പഠിച്ച് ലൈസൻസൊക്കെ എടുത്ത് സ്വന്തമായിട്ട് വാഹനം ഓടിക്കുന്നവരുണ്ട്. അപ്പോൾ വീണ്ടും വാഹനം ഓടിക്കാൻ പഠിക്കുന്ന തുടക്കക്കാരായവർക്ക് കൂടുതലായിട്ടുള്ള ഒരു ആത്മവിശ്വാസം, കൂടുതലായിട്ടുള്ള ഒരു മോട്ടിവേഷനൊക്കെ കിട്ടാനായിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് സഹായകരമാകുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കാർ ഡ്രൈവിംഗ് എളുപ്പത്തിൽ പഠിച്ചെടുക്കാനായിട്ടുള്ള കുറച്ചധികം ടെക്നിക്കുകളും ടിപ്സുകളും ഒക്കെ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാം. എൻ്റെ വാഹനം ഓടിച്ചുള്ള പരിചയത്തിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് 100% ഗുണം ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പ്രധാനമായിട്ടും നമ്മളൊരു വാഹനം ഓടിച്ചു തുടങ്ങുന്ന അവസരങ്ങളിൽ നമുക്ക് ഏറ്റവും കൂടുതലും വളരെ ഒരു പ്രത്യേക ബാലൻസോടെ കൺട്രോൾ ചെയ്യേണ്ടതാണ് നമ്മളുടെ ഫുഡ് പെഡലുകൾ. അതായത് ക്ലച്ചും ബ്രേക്കും ആക്സിലറേറ്ററും നമുക്ക് പ്രത്യേക ഒരു ബാലൻസോടെ കൺട്രോൾ ചെയ്യണം. കൺട്രോൾ ചെയ്യുന്ന അവസരങ്ങളിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ കാല് കൃത്യമായിട്ടും ഈ ബ്രേക്ക് പെഡലും ആക്സിലറേറ്റർ പെഡലൊക്കെ സെൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെരുപ്പ് യൂസ് ചെയ്യുന്ന സാഹചര്യങ്ങളിൽ വാഹനം ഓടിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾ ഏറ്റവും കനം കുറഞ്ഞ ചെരുപ്പുകൾ ഇട്ട് ആദ്യമായിട്ട് വാഹനം ഓടിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇത്തരത്തിലുള്ള കനം കൂടിയ ഷൂകളൊക്കെ ആണ് നിങ്ങൾ യൂസ് ചെയ്ത് തുടങ്ങുന്നതെങ്കിൽ നമുക്ക് പെട്ടെന്ന് ക്ലച്ച് ബ്രേക്കൊക്കെ ചവിട്ടുന്ന അവസരങ്ങളിൽ അത് എത്രയധികം ചവിട്ടണമെന്ന് കൃത്യമായിട്ട് നമ്മളുടെ കാല് മനസ്സിലാക്കിയെടുക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് വരും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക. നിങ്ങൾ ഡ്രൈവ് ചെയ്ത് പഠിക്കുന്നതിന് മുന്നേ തന്നെ ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിൽ കരുതേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, നമുക്കെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ടാലൻറ്റുകളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരു വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ മറ്റൊരാൾ ഓടിക്കുന്നത് പോലെ തന്നെ നമുക്ക് വാഹനം ഓടിക്കണം എന്നില്ല. അതായത് ചില ആൾക്കാർ നല്ല രീതിയിൽ വാഹനം ഓടിക്കും, ചിലർക്ക് ഓടിക്കുന്നതിൽ ചെറിയ അതായത് മിസ്റ്റേക്കുകൾ, അതായത് കുറവുകളൊക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മൾ വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ മറ്റൊരാളുമായിട്ട് താരതമ്യം ചെയ്തിട്ട് വണ്ടി ഓടിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ഈ രണ്ട് കാര്യം മനസ്സിൽ നിങ്ങൾ കൃത്യമായിട്ട് ഓർക്കുക. ഇനി നമുക്ക് വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നമുക്ക് വലത്തെ സൈഡിലായിട്ട് ആക്സിലറേറ്റർ പെഡലുണ്ട്, സെൻട്രൽ ബ്രേക്ക് ഉണ്ട്. ഈ ആക്സിലറേറ്ററും ബ്രേക്കും നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴും നമ്മളുടെ വലത്തെ കാൽ ഉപയോഗിച്ചായിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾ ഓർത്തിരിക്കുന്ന ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത്, നമ്മളുടെ ബ്രേക്ക് പെഡലിനോട് ചേർന്ന് ഈ ഒരു ഭാഗത്തായിരിക്കണം നമ്മളുടെ വലത്തെ കാല് ഉറപ്പിച്ച് വെക്കേണ്ട. ജസ്റ്റ് നിങ്ങൾ ഫ്രീ ആക്കി വെച്ചാൽ മതി. ഈ ഒരു കാല് നമ്മൾ വലത്തെ കാല് എടുത്തത് ഈ ഒരു തരത്തിലായിരിക്കണം നമുക്ക് ബ്രേക്കിൽ നിന്ന് ആക്സിലറേറ്റർ പെഡലിലേക്ക് മാറി വരേണ്ടത്. ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഒരു കാരണവശാലും ഇങ്ങനെ എടുത്തെടുത്ത് ചവിട്ടേണ്ടതായിട്ട് ഇല്ല. ഇനി നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ക്ലച്ചിൻ്റെ ഉപയോഗം വരുന്നത്. ഈ ക്ലച്ചിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് നിങ്ങളെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഓൾറെഡി റിവേഴ്സ് ഗിയറിലും ഹാൻഡ് ബ്രേക്കിലുമാണ് വാഹനം കിടക്കുന്നത്. അതായത് ഇപ്പം ഞാൻ ജസ്റ്റ് ബ്രേക്കിലൊന്ന് കാല് വെക്കുകയാണ്. ഓക്കെ, അതിനുശേഷം ഞാനിത് ഹാൻഡ് ബ്രേക്ക് ഒന്ന് റിലീസ് ചെയ്യുന്നു. ഇപ്പോൾ ചെറിയൊരു ഇറക്കത്താണ് വണ്ടി കിടക്കുന്നത്. ഓക്കെ, നിങ്ങൾ നോക്കുക, ഞാനിവിടെ ക്ലച്ച് ചവിട്ടുകയാണ്. റിവേഴ്സ് ഗിയറിലാണ് വണ്ടി കിടക്കുന്നത്. നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരാനായിട്ടാണ്. ഇതിപ്പോൾ ഞാൻ ക്ലച്ച് ചവിട്ടിയപ്പോൾ ഇത് വണ്ടി ഉരുണ്ടു പോകുന്നുണ്ട്. നിങ്ങൾ നോക്കുക, കണ്ടില്ലേ? ഇപ്പം ഞാൻ വീണ്ടും ബ്രേക്കും കൂടെ ചവിട്ടി ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ടപ്പോൾ വണ്ടി ഇവിടെ നിന്നു. അതായത് നമ്മൾ ഈ ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് സംഭവിക്കുന്നത്, വാഹനത്തിൻ്റെ എൻജിനും ഗിയർ ബോക്സും തമ്മിലുള്ള ഒരു കണക്ഷൻ കട്ട് ഓഫ് ആകുന്ന സമയത്ത് വണ്ടി ഫ്രീ ആവുകയാണ്. അതായത് ഒരു ന്യൂട്രൽ പൊസിഷനിലേക്ക് എത്തുകയാണ്. ആ ഒരു സമയത്ത് വണ്ടി ഇത്തരത്തിലുള്ള ഒരു ഇറക്കത്തിലാണ് കിടക്കുന്നതെങ്കിൽ മുന്നോട്ട് ഉരുണ്ടു പോകും. കയറ്റത്താണ് കിടക്കുന്നതെങ്കിൽ നമുക്ക് ബാക്കിലേക്ക് വണ്ടി ഉരുണ്ടു പോകാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നതിനിടയിൽ നമുക്ക് എൻജിനും ഗിയർ ബോക്സും തമ്മിലുള്ള കണക്ഷൻ ഇത്തരത്തിൽ കട്ട് ഓഫ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ ഗിയറും ഇട്ട് കൊടുക്കേണ്ടത്. അല്ലാതെ നമ്മൾ വെറുതെ ക്ലച്ച് ചവിട്ടാതെ ഗിയർ ഇട്ട് കഴിഞ്ഞാൽ ഓൾറെഡി എൻജിനും ഗിയർ ബോക്സും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ വാഹനത്തിൻ്റെ ഗിയർ ബോക്സിന് പെട്ടെന്ന് കംപ്ലൈൻറ്റ് ഉണ്ടാകും. ഇത് രണ്ട് കാര്യങ്ങളാണ്. ഗിയർ ബോക്സ് എന്ന് പറയുന്നത് വാഹനത്തിൻ്റെ വേഗത നമുക്ക് വ്യത്യസ്ത വേഗത്തിൽ ഓടിക്കാനായിട്ട്, അതായത് നമുക്ക് സ്പീഡ് കൂട്ടി ഓടിക്കണം, സ്പീഡ് കുറച്ച് ഓടിക്കണം. അപ്പോൾ അങ്ങനെ വാഹനത്തിനെ വേഗത കൂട്ടാനായിട്ടാണ് നമ്മൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് ഗിയറുകൾ
നമ്മളിട്ട് ഓടിക്കുന്നത്. എഞ്ചിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമുക്ക് വാഹനത്തിൻ്റെ എഞ്ചിൻ സ്റ്റാർട്ടായാലേ അതിൽ നിന്ന് വരുന്ന ഒരു പവർ ഉപയോഗിച്ചാണ് വാഹനം ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പവർ ഫ്ലോ നമുക്ക് ഗിയർ ബോക്സ് വഴി കണക്ട് ചെയ്തിട്ടാണ് വീലുകളിലേക്ക് നമ്മൾ പവർ എത്തുന്നത്. അപ്പോൾ ആ പവറിനെ നമ്മൾ താൽക്കാലികമായിട്ട് കട്ട് ഓഫ് ചെയ്തിട്ട് വേണം നമുക്ക് ഓരോ ഗിയറും ഇടാനായിട്ട്. അതുകൊണ്ടാണ് നമ്മളിവിടെ ക്ലച്ച് ചവിട്ടിയിട്ട് ഓരോ ഗിയറും ഇടുന്നത്. ഓക്കെ, ഇനി നമ്മൾ സ്റ്റിയറിങ്ങിനെ കുറിച്ചാണ് മനസ്സിലാക്കേണ്ടത്. സ്റ്റിയറിങ് ഇപ്പോൾ വാഹനത്തിലുള്ളത് 2 തരത്തിലുള്ള സ്റ്റിയറിംഗ് ഉണ്ട്. ഒന്ന് പവർ സ്റ്റിയറിംഗ് ഉണ്ട്, ഒന്ന് നോർമൽ ആയിട്ടുള്ള സ്റ്റിയറിംഗ് ഉണ്ട്. നോർമൽ സ്റ്റിയറിംഗ് എന്ന് പറഞ്ഞാൽ പഴയ മാരുതി 800 പോലെയുള്ള വാഹനങ്ങളിലൊക്കെ നോർമലായിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് സംവിധാനമാണ്. അതായത് നമ്മൾ പവർ സ്റ്റിയറിംഗും നോർമൽ സ്റ്റിയറിംഗും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ പവർ സ്റ്റിയറിംഗ് ആണ് കുറേ കൂടെ സ്മൂത്താണ്. മറ്റേ നോർമലായിട്ട് വരുന്ന സ്റ്റിയറിംഗ് ആണെങ്കിൽ നമ്മൾ കുറച്ച് ഹാർഡായിട്ട് സ്റ്റിയറിംഗ് തിരിച്ചു കൊടുക്കണം. ഇതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. ഇനി നമുക്ക് വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. കീ ഇടുന്ന സ്വിച്ചിലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് കയറ്റിയിടുന്നു. കയറ്റിയിട്ടതിന് ശേഷം കീ ഒരു തവണ തിരിക്കുക, വീണ്ടും രണ്ടാമതൊന്നും കൂടെ തിരിക്കുക. തിരിക്കുന്ന സമയത്ത് നമ്മളുടെ വാഹനത്തിൻ്റെ മീറ്റർ കൺസോളിലെ ലൈറ്റൊക്കെ തെളിയും. അതിനുശേഷം നമുക്ക് വാഹനം സ്റ്റാർട്ട് ചെയ്യണം. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ കാല് ബ്രേക്കിലൊന്ന് വെക്കുക. അതിനുശേഷം ക്ലച്ച് പൂർണ്ണമായിട്ടും അമർത്തിയിട്ട് നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ വാഹനം സ്റ്റാർട്ടായി. ഇപ്പോൾ റിവേഴ്സ് ഗിയറിലും ഹാൻഡ് ബ്രേക്കിലുമാണ് വാഹനം കിടക്കുന്നത്. ഇറക്കത്തായതുകൊണ്ടാണ് റിവേഴ്സ് ഗിയറിലേക്ക് ഇട്ടേക്കുന്നത്. കാരണം മുന്നോട്ട് വണ്ടി ഉരുണ്ടു പോകാതിരിക്കാനായിട്ട് പുറകോട്ടുള്ള ഗിയർ ഇട്ടിട്ട് നമ്മൾ വാഹനത്തെ നിർത്തിയേക്കുന്നു. ഒപ്പം ഹാൻഡ് ബ്രേക്ക് ഇട്ടിരിക്കുന്നു. ഈ ഹാൻഡ് ബ്രേക്ക് എന്ന് പറയുന്നത് ഒരു എമർജൻസി ബ്രേക്കിംഗ് അല്ലെങ്കിൽ പാർക്കിംഗ് ബ്രേക്ക് എന്നൊക്കെ പറയാം. നമുക്ക് വണ്ടി പാർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഹാൻഡ് ബ്രേക്ക് വലിച്ചിടുമ്പോൾ നമ്മുടെ വണ്ടിയുടെ ബാക്കിലെ 2 ടയർ ലോക്കാകുന്നു. അപ്പോൾ ഇതിങ്ങനെ മേളിലേക്ക് കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ ഹാൻഡ് ബ്രേക്കിലാണ് വാഹനം കിടക്കുന്നതെന്ന് മനസ്സിലാക്കാം. അതിനുശേഷം നമുക്ക് ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മേളിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്യുക. ആ ഒരു സമയം ഈ ഒരു ബട്ടൺ ലോക്ക് അഴിയും. നമ്മളല്ലാതെ പ്രസ് ചെയ്ത് അഴിയില്ല. ഇത് ഇങ്ങനെ ഞെക്കുക, അതിനുശേഷം നേരെ താഴോട്ട് ഇതാക്കുക. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ബേസിക് ആയിട്ട് ഓർത്തിരിക്കുക. ഇനി നമുക്ക് ഗിയറിനെ കുറിച്ച് മനസ്സിലാക്കുക. ഇപ്പോൾ റിവേഴ്സ് ഗിയറിലാണ് കിടക്കുന്നത്. ഇവിടെയാണ് റിവേഴ്സ് ഗിയർ ഉള്ളത്. ഇനി ഇവിടെയുള്ളത് 4th ഗിയറാണ്, ഇവിടെയുള്ളത് 2nd ഗിയറാണ്. ഇവിടെ 3 ഗിയറുകളുണ്ട്, ഇവിടെയും 3 ഗിയറുകൾ ഉണ്ട്. അപ്പം നമുക്ക് ഈ സെൻട്രലായിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് ന്യൂട്രലാണ്. അതായത് ഇവിടെ ഒരു ഗിയറുമില്ല, വെറുതെ ഫ്രീ ആയിട്ട് കിടക്കുന്ന ഒരു അവസ്ഥയാണ്. ഈ ഒരു അവസ്ഥയിൽ വന്നു കഴിയുമ്പോൾ വാഹനത്തിൻ്റെ എഞ്ചിനും ഗിയർ ബോക്സും സെപ്പറേറ്റായി. ഈ ഒരു സമയത്ത് നമ്മൾ ക്ലച്ച് ചെയ്യുന്ന കാലെടുത്താലും വണ്ടി ഓഫ് ആകത്തില്ല. കാരണം എഞ്ചിനും ഗിയർ ബോക്സും ഇപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്ന ഒരു പൊസിഷനാണ് ന്യൂട്രൽ പൊസിഷൻ. ഇനി നമ്മൾ ഇവർ രണ്ടുപേരെ ഒരുമിപ്പിക്കാനായിട്ട് എന്ത് ചെയ്യും? നമ്മൾ ക്ലച്ച് ചവിട്ടിയിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കും. ഫസ്റ്റ് ഗിയർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോർക്ക് കൂടിയ പവർ കൂടിയ ഒരു ഗിയറാണ്. ഒരു വണ്ടി നമ്മൾ മുന്നോട്ടെടുക്കുന്ന സമയത്ത് ഫസ്റ്റിലിട്ട് വേണം നമ്മൾ വണ്ടി മുന്നോട്ടെടുക്കാനായിട്ട്. അപ്പം ഈ ന്യൂട്രൽ പോയിന്റിൽ നിന്ന് നമ്മളിങ്ങനെ ലെഫ്റ്റ് സൈഡിലേക്ക് ഫസ്റ്റ് ഇങ്ങനെ ചേർക്കുക. നിങ്ങൾക്ക് എളുപ്പത്തിലിടാനായിട്ട് ഇത് ഇങ്ങനെ ചേർത്ത് പിടിക്കുക. കൈ ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ട് മുകളിലേക്ക് ഇടുക. അപ്പം നമുക്ക് ഫസ്റ്റ് ഗിയർ ന്യൂട്രൽ പോയിന്റിൽ നിന്ന് നേരിട്ടിടാം. ഇനി നമുക്ക് വാഹനം മുന്നോട്ടെടുക്കണം. മുന്നോട്ടെടുക്കുന്ന സമയത്ത് ഇവിടെ ഇറക്കമായതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ബ്രേക്കിൽ നിന്ന് കാലയക്കുമ്പോൾ അതേ വണ്ടി പതുക്കെ ഉരുണ്ട് തുടങ്ങും. കണ്ടില്ലേ? അപ്പം നിങ്ങൾ ആ ഒരു കാര്യം മനസ്സിലാക്കുക. ഉരുണ്ട് തുടങ്ങിയതിന് ശേഷം മെല്ലെ നമ്മൾ ക്ലച്ചിൽ നിന്ന് കാല് അയക്കുന്ന സമയത്ത് വാഹനം എഞ്ചിനും ഗിയർ ബോക്സുമായിട്ട് കണക്ട് ചെയ്ത് ഫസ്റ്റ് ഗിയറിലേക്ക് വരുന്നു. നിങ്ങൾ നോക്കി, ഇപ്പോൾ ഫസ്റ്റ് ഗിയറിലായി. ഇനി നമുക്ക് വണ്ടി നിർത്തണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞ പോലെ എഞ്ചിനെയും ഗിയർ ബോക്സിനെയും കട്ട് ഓഫ് ആക്കണം, അതായത് സെപ്പറേറ്റ് ആക്കണം. അതിന് നമ്മൾ ബ്രേക്കിനോടൊപ്പം തന്നെ ക്ലച്ചും കൂടെ ചവിട്ടുന്നു. ഇപ്പോൾ ഇതേ വണ്ടി എഞ്ചിനടിച്ച് ഓഫ് ആകാതെയാണ് നിൽക്കുന്നത്. നിങ്ങൾ നോക്കുക. ഇനി വണ്ടി മുന്നോട്ടെടുക്കാനായിട്ടുള്ള ഒരു ടെക്നിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാം. വണ്ടി മുന്നോട്ടെടുക്കുന്ന സമയത്ത് ഒരു നിരപ്പ് റോഡിലാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് ക്ലച്ച് ചെയ്യുന്ന പതിയെ കാലയക്കുക, പതുക്കെ കാലയക്കുക. അപ്പോൾ വണ്ടി ഇതേ മെല്ലെ മൂവായി തുടങ്ങിയതിന് ശേഷം നമുക്ക് കുറച്ചും കൂടി സ്പീഡാക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ആക്സിലറേറ്റർ കൊടുക്കുക. വളരെ സിമ്പിളായിട്ട് ആക്സിലറേറ്റർ കൊടുക്കുക. ഇപ്പം വാഹനം ഫസ്റ്റ് ഗിയറിൽ പോവുകയാണ്. ഇനി സെക്കൻഡ് കൊടുക്കുന്ന സമയത്ത് ഒരു നിരപ്പ് റോഡിലാണ് നമ്മൾ അടുത്തൊരു ഗിയർ ഷിഫ്റ്റ് ചെയ്യേണ്ടത്. കയറ്റത്താണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഗിയറിൽ തന്നെ പോകാനായിട്ട് ശ്രമിക്കണം, അതായത് വലിയ കയറ്റങ്ങളിൽ. ഇനി സെക്കൻഡ് കൊടുക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റ് ആക്സിലേഷൻ കൊടുത്ത് വണ്ടിക്കൊന്ന് മൂവ് ആക്കുക. ഇതേ നല്ല രീതിയിലുള്ള റണ്ണിങ് നൽകുക. അതിനുശേഷം ആക്സിലേഷൻ കുറയ്ക്കുക. ആ സമയത്ത് ക്ലച്ച് ചവിട്ടിയിട്ട് സെക്കൻഡ് കൊടുക്കുക. എന്നിട്ട് ക്ലച്ചിൽ നിന്ന് കാലയക്കുക. വീണ്ടും എന്ത് ചെയ്യണം? ആക്സിലറേറ്റർ കൊടുക്കുക. ഇപ്പോൾ സെക്കൻഡ് ഗിയറിലാണ് വാഹനം പോകുന്നത്. ചെറിയൊരു നിരപ്പ് റോഡാണ്. ഇനി തേർഡ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ആക്സിലറേറ്റർ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കണം. ഓരോ ഗിയർ ഇടുന്ന സമയത്തും വണ്ടിക്ക് കുറച്ച് മൂവ്മെൻറ്റ് നൽകുക. ഇത് വീണ്ടും ആക്സിലേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്നു, ആക്സിലേഷൻ കുറയ്ക്കുന്നു, ക്ലച്ച് ചവിട്ടുന്നു, തേർഡ് കൊടുക്കുന്നു. സെക്കൻഡിൽ നിന്ന് തേർഡിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ നോക്കുക, ഈ ഒരു ഭാഗത്താണ് സെക്കൻഡ് കിടക്കുന്നത്. അതായത് ഫസ്റ്റ് ഗിയറിൽ നിന്ന് ഈ ഒരു ഭാഗത്ത് സെക്കൻഡിൽ നിന്ന് തേർഡിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് ന്യൂട്രൽ പോയിന്റിൽ വരിക. തേർഡ് ഗിയർ ഈ ഒരു ഭാഗത്താണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ന്യൂട്രൽ പോയിന്റിൽ നിന്ന്, അതായത് ന്യൂട്രൽ പോയിന്റ് വന്നിട്ട് മേളിലേക്ക് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ തേർഡ് വീഴും. ഇനി ഫോർത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ തൊട്ട് താഴെ ന്യൂട്രലാണ്. ന്യൂട്രൽ പോയിന്റിൽ നിന്ന് ഗിയർ ലിവർ സെൻറ്റർ ആക്കിയിട്ട് ഇങ്ങോട്ട് മാറില്ല, തൊട്ട് താഴോട്ടിട്ടാൽ ഫോർത്ത് ഗിയർ വീഴും. വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാം. ഇനി ഫിഫ്ത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിലോ തൊട്ട് മേളിലേക്ക് ഇട്ടാൽ ന്യൂട്രൽ വീഴുന്നു,
അതിനുശേഷം ഗിയർ ലിവർ റൈറ്റ് സൈഡിലേക്ക് ചേർത്ത് മേളിലേക്ക് ഇട്ടാൽ 5th ഗിയർ വീഴുന്നു. ഓക്കെ, ഇനി റിവേഴ്സിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ന്യൂട്രൽ വരിക, റൈറ്റ് സൈഡിലേക്ക് ചേർക്കുക, താഴോട്ടിടുക, റിവേഴ്സ് ഗിയർ. ഇത് നമുക്ക് കൃത്യമായിട്ടുള്ള ആ ഒരു പോയിന്റിൽ മനസ്സിലാക്കി എടുക്കാനായിട്ട് കഴിയും. ഇത് നിങ്ങൾ ജസ്റ്റ് വാഹനത്തിലിരുന്ന് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, വീണ്ടും ഞാനിതേ ഫസ്റ്റ് ഗിയർ കൊടുത്ത് ക്ലച്ചിൽ നിന്ന് കാലയക്കുന്നു, പതിയെ കാലയക്കും, വണ്ടി മൂവ് ആകുന്നുണ്ട്. ഒപ്പം നമുക്ക് കുറച്ചും കൂടെ പവർ വേണമെന്നുണ്ടെങ്കിൽ ആക്സിലേഷൻ കൊടുക്കുക. അതായത് വണ്ടി മൂവ് ആകുന്നില്ലെന്ന് തോന്നിയാൽ ക്ലച്ചിൽ നിന്ന് അയക്കുന്നതിനോടൊപ്പം സെയിം ടൈമിൽ ആക്സിലേഷൻ കൂടെ കൊടുത്താൽ കുറച്ചും കൂടെ വാഹനം നല്ല വേഗത്തിൽ മൂവ് ആകും. വീണ്ടും വണ്ടിക്ക് മൂവ് ആക്കിയിട്ട് ആക്സിലേഷൻ കുറയ്ക്കുന്നു, ക്ലച്ച് ഔട്ടുന്നു, സെക്കൻഡ് കൊടുക്കുന്നു. ഇതേ ഞാൻ കൈ പിടിക്കുന്നത് നിങ്ങൾ നോക്കുക. ഇനി നമുക്ക് തേർഡിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് കൈ ഇങ്ങനെ പിടിക്കാനായിട്ട് ശ്രമിക്കുക. അതാണ് കുറേ കൂടി എളുപ്പം നമുക്ക് അടുത്തൊരു ഗിയർ ഷിഫ്റ്റ് ചെയ്യാനായിട്ട്. ഇപ്പോൾ നമ്മൾ ചെറിയൊരു കയറ്റത്തേക്കാണ് പോകുന്നത്, വളവോട് കൂടിയൊരു കയറ്റമാണ്. ഇവിടെ നമുക്ക് സെക്കൻഡ് ഗിയർ തന്നെയാണ് ഏറ്റവും ബെറ്റർ. ഇനി കയറ്റം കയറിയിട്ട് നമുക്കൊരു നിരപ്പ് റോഡും ഒരു ടൗണിലേക്കുമാണ് നമ്മുടെ വാഹനം വരുന്നത്. ഇപ്പോൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് എന്ത് ചെയ്യണം, വീണ്ടും നമ്മൾ ആക്സിലേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുകയാണ്. ഈ കയറ്റം ഒന്ന് കയറി കഴിഞ്ഞ് നിരപ്പ് വന്നതിന് ശേഷം വീണ്ടും എന്ത് ചെയ്യണം, ആക്സിലേഷൻ കുറയ്ക്കുന്നു, ഇത് ഇങ്ങനെ കൈ പിടിക്കുക. അതിനുശേഷം ന്യൂട്രൽ പോയിന്റ് വരുന്നു, ഗിയർ ലിവർ സെൻറ്ററിലാണ്, മേളിലേക്ക് ഇട്ട് കൊടുക്കുക. അത് ഇപ്പോൾ 3rd ഗിയർ വീണു. വീണ്ടും എൻ്റെ കാലം മെല്ലെ ബ്രേക്കിലേക്ക് വരികയാണ്. കാരണം വണ്ടിയുടെ വേഗത കൂടി. ആ ഒരു സമയത്ത് എന്ത് ചെയ്യുന്നു, മെല്ലെ ബ്രേക്കേ വന്ന് വണ്ടി സ്ലോ ചെയ്യുന്നു. ഇനി നമുക്ക് ഗിയർ ഡൗൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക, ബ്രേക്കേ വന്നിട്ട് വണ്ടി സ്ലോ ചെയ്യുക. ഒപ്പം ക്ലച്ച് ചവിട്ടിയിട്ട് തേർഡിൽ നിന്ന് ഇത് ഇങ്ങനെ സെക്കൻഡ് ഇടുക. അതായത് തേർഡിൽ നിന്ന് സെക്കൻഡ് ഇടുന്ന സമയത്ത് ഇത് ഇങ്ങനെ വരിക, അതിനുശേഷം ഇങ്ങനെ ഇടുക. ഓക്കെ, ഇപ്പോൾ സെക്കൻഡ് ഗിയർ വീണു. ഇനി സെക്കൻഡിൽ നിന്ന് വീണ്ടും നമുക്ക് ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. അതായത് വാഹനം സെക്കൻഡിലും പോകുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇങ്ങനെ മേളിലേക്ക് ഇടുക. ഇനി നിങ്ങൾ ഗിയറിനെ കുറിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം. നമ്മൾ ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് ഗിയർ കൊടുത്തെടുക്കുന്നു. വീണ്ടും നമുക്ക് റോഡ് സ്ട്രെയിറ്റ് ആണെങ്കിൽ നമുക്ക് ഓരോ ഗിയറും ഫസ്റ്റ് തൊട്ട് സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് എന്നിങ്ങനെ നമുക്ക് ഓരോ ഗിയറും മുന്നോട്ടിട്ട് നമുക്ക് വാഹനം ഓടിക്കാം റോഡ് സ്ട്രെയിറ്റ് ആണെങ്കിൽ. എന്നാൽ നമ്മൾ പോകുന്ന സാഹചര്യത്തിന് അനുയോജ്യമായിട്ട് റോഡിൻ്റെ സ്ട്രെയിറ്റ്നെസ് മാറിയിട്ട് കയറ്റത്തോടു കൂടിയ റോഡുകളാണ് വരുന്നതെങ്കിൽ നിങ്ങൾ പിന്നീട് ചെയ്യേണ്ടത് ഗിയർ ഡൗൺ ചെയ്ത് കൊടുക്കണം. അതായത് ഉദാഹരണം നിങ്ങളെ ഞാൻ കാണിച്ചുതരാം. ഇപ്പോൾ സെക്കൻഡിൽ പോവാണ്, വീണ്ടും ഞാനിത് തേർഡ് കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കിയിട്ട് ഓക്കെ, വീണ്ടും ആക്സിലേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുകയാണ്. അതിന് ശേഷം ക്ലച്ച് ഔട്ടിട്ട് ഇത് ഞാൻ 4th ഗിയർ കൊടുത്തു. ഇപ്പോൾ 4ാമത്തെ ഗിയറിൽ ഇങ്ങനെ പോവുകയാണ്. ഇങ്ങനെ പോകുന്ന സമയത്ത് ഇത് ചെറിയൊരു കയറ്റമാണ്, മുന്നിൽ 1-2 വണ്ടികളുണ്ട്. ആ ഒരു സമയത്ത് എൻ്റെ വണ്ടി തേർഡിൽ പോകില്ല, അല്ലെങ്കിൽ 4th പോകില്ല. ആ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, അഡ്വാൻസ് ആയിട്ട് ക്ലച്ച് ഔട്ടിട്ട് തേർഡ് ഇട്ട് കൊടുക്കുന്നു. കണ്ടില്ലേ, കയറ്റം കയറാനായിട്ട് ബുദ്ധിമുട്ട് കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ വലിയ വലിയ ഗിയറുകളിലേക്ക്, ടോർക്ക് കൂടിയ പവർ കൂടിയ ഗിയറുകളിലേക്ക് നമ്മൾ പോകണം. അങ്ങനെയുള്ള ഗിയറുകളാണ് ഫസ്റ്റ് സെക്കൻഡ് ഗിയറുകൾ. അപ്പോൾ 4th പോകുന്ന സമയത്ത് നമ്മൾ 4th നിന്ന് 3rd ഗിയറിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഇനി 3rd നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് ഇങ്ങനെ നമ്മൾ കയറി അങ്ങ് പോവുകയാണ്. ഇപ്പോൾ മുന്നിലായിട്ട് ഈ ഒരു വണ്ടിയുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. ബ്രേക്കേ കാല് വരിക, അതിന് ശേഷം ക്ലച്ച് ഔട്ടിട്ട് ഇതേ സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് കൊടുക്കുക. കാരണം 3rd ഗിയറിൽ നമ്മൾ വീണ്ടും പോയി കഴിഞ്ഞാൽ ആ മുന്നിൽ പോകുന്ന വണ്ടിയുടെ വേഗതയ്ക്ക് അനുയോജ്യമായിട്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ഗിയർ ഡൗൺ ചെയ്തിട്ട് സെക്കൻഡ് കൊടുക്കണം. ഇനി മുന്നിൽ പോകുന്ന വണ്ടി തീർത്തും സ്ലോ ആയിട്ടാണ് പോകുന്നതെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ വീണ്ടും ഫസ്റ്റ് ഗിയർ കൊടുക്കണം. അതായത് ഒരു ട്രാഫിക്കിലൊക്കെ നമ്മൾ വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇപ്പോൾ 3rd പോകുന്നത്. ഇപ്പോൾ ആവറേജ് മുന്നിൽ പോകുന്ന വാഹനം ഒരു വേഗതയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് 3rd ഗിയറിൽ പോകുന്നതിൽ തെറ്റില്ല. ഇപ്പോൾ ചെറിയൊരു കയറ്റം വന്നു, ഇതേ ഇങ്ങനെ കയറി പോവാണ്, ഈ വണ്ടിയോട് അടുത്ത് വന്നു. അതുകൊണ്ട് തന്നെ എനിക്കിനി മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് വണ്ടിയുടെ വേഗത കുറയ്ക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഗിയർ ഡൗൺ ചെയ്യുക. അല്ലെങ്കിൽ നമുക്കൊരു നിശ്ചിത സ്പേസ് ഇട്ടത് ഇങ്ങനെ പോകാം. ഇപ്പോൾ ഞാൻ 3rd ഗിയറിൽ ഇങ്ങനെ പോകുന്നു, മുന്നിൽ പോകുന്ന ഈ ഒരു ഓട്ടോയെ നമ്മൾ ഓവർടേക്ക് ചെയ്ത് കയറുകയാണ്. നിങ്ങൾ നോക്കുക. ഓക്കെ, 3rd ഗിയറിൽ ഒരു നിശ്ചിത സ്പേസ് ഇട്ടാണ് പോകുന്നത്. പിന്നെ വണ്ടി ഓടിക്കാൻ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും ഒരു നിശ്ചിത സ്പേസ് ഇടുക. അതായത് ഒരു വണ്ടി സ്പേസ് ഇടുക. ഇപ്പോൾ മുന്നിൽ നമ്മുടെ ഇത്തരത്തിലുള്ള ഒരു വണ്ടിയും കൂടെ ഉണ്ട് എന്ന് കരുതിയുള്ള ഒരു സ്പേസാണ് ഞാൻ ഇട്ടേക്കുന്നത്. ഇങ്ങനെ ഇട്ട് ഓടിച്ചു കഴിഞ്ഞാൽ ഉള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ മുന്നിൽ പോകുന്ന ഒരു വണ്ടി പെട്ടെന്ന് നിർത്തിയാലും നമുക്ക് സഡൻ ബ്രേക്ക് ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നാലും പെട്ടെന്ന് വണ്ടി സ്കിഡായിട്ട് മുന്നിലുള്ള വണ്ടിയെ പോയിട്ട് ഇടിക്കത്തില്ല. ആ ഒരു ഗുണം നമുക്കുണ്ടാകും. അതുകൊണ്ട് എപ്പോഴും ഒരു നിശ്ചിത സ്പേസ് ഇടുക. വീണ്ടും വണ്ടിക്ക് ഞാൻ മൂവ് ആക്കുന്നു. അതിനുശേഷം ക്ലച്ച് ഔട്ടിയിട്ട് 4th ഗിയർ കൊടുക്കുകയാണ്. കണ്ടില്ലേ, മൂവ്മെൻറ്റിലാണ് ഓരോ ഗിയറും ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നത്. വീണ്ടും നമുക്ക് 5th ഗിയറും കൂടെ ഒന്ന് കൊടുത്ത് കാണിക്കാം നിങ്ങളെ. ജസ്റ്റ് ഇപ്പോൾ ഒരു ജംഗ്ഷനിലേക്ക് വരികയാണ്. ജംഗ്ഷനിലേക്ക് വരുന്ന സമയത്ത് ഇത് മുന്നിലായിട്ട് ബസ്സുണ്ട്, 1-2 വണ്ടികളുണ്ട്. ഗിയർ ഡൗൺ ചെയ്തത് 3rd കൊടുക്കുന്നു. ഇപ്പോൾ 3rd ഗിയറിലാണ് വരുന്നത്. ക്ലച്ചിലും ബ്രേക്കിലും എൻ്റെ കാലുണ്ട്. ഓക്കെ, നമുക്ക് ഇപ്പോൾ ക്ലച്ചിലും ബ്രേക്കിലും കാല് വന്നത് വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് പെട്ടെന്ന് നിർത്തേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ക്ലച്ചിലും ബ്രേക്കിലേക്കും ക്ലച്ച് പെടലിലേക്ക് ഒന്ന് എടുത്ത് വെച്ചേക്കുക. നമുക്ക് പെട്ടെന്നൊന്ന് നിർത്തണം. ഇപ്പം നിർത്തേണ്ടി വന്നു കഴിഞ്ഞാൽ ക്ലച്ചും ബ്രേക്കും കൂടെ ചവിട്ടാം. അപ്പോൾ ആ ഒരു സന്ദർഭം നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അതായത് നമുക്ക് ഒരു വാഹനം ഓടിച്ചു പോകുന്നു, മുന്നിലൊരു തിരക്ക് കൂടുതലാണ്, പെട്ടെന്ന് നമ്മുടെ വണ്ടി നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ വരുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾ ക്ലച്ച് പെടലേ കാലൊന്ന് വെച്ചേക്കുക. വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് നിർത്താനായിട്ടുള്ള ഒരു സ്പീഡ് നമുക്ക് വളരെ വേഗത്തിൽ കിട്ടും. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് ഒരു വാഹനം എങ്ങനെയാണ് ഓടിക്കുന്നത്
എന്നുള്ളതിനെക്കുറിച്ച് ഐഡിയ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി വണ്ടി ഓടിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കൃത്യമായിട്ടും നിങ്ങളുടെ വാഹനത്തിൻ്റെ ഉള്ളിലുള്ള റിയർ വ്യൂ മിറർ സെറ്റ് ചെയ്ത് വെക്കണം. ലെഫ്റ്റ് സൈഡിലെ മിററും റൈറ്റ് സൈഡിലെ മിററും സെറ്റ് ചെയ്ത് വെക്കുക. ഒപ്പം തന്നെ നിങ്ങൾ ഫ്രണ്ടിൽ ഇങ്ങനെ നോക്കുന്നതിനോടൊപ്പം തന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ സെൻറ്റർ മിററിലൂടെ ബാക്കിലേക്ക് നോക്കുക. അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് ബാക്ക് സൈഡിൽ നിന്ന് ഏതെങ്കിലും വണ്ടി വരുന്നുണ്ടോ എന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി എടുക്കാൻ കഴിയും. അപ്പം മുന്നിൽ നോക്കുന്നത് പോലെ തന്നെ പിന്നിലേക്കുള്ള ഒരു നോട്ടവും എപ്പോഴും നമുക്ക് ഡ്രൈവിങ്ങിൽ ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒപ്പം നമ്മൾ വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇൻഡിക്കേറ്റർ ലൈറ്റുകളൊക്കെ ക്ലിയർ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പം നമുക്കൊരു വാഹനം പാർക്ക് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ലെഫ്റ്റ് സൈഡിലേക്കോ റൈറ്റ് സൈഡിലേക്കോ ഒക്കെ നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ഞാൻ കാണിക്കാം. ഇപ്പം എനിക്ക് വാഹനം ഇവിടെ ലെഫ്റ്റ് സൈഡിലേക്ക് പാർക്ക് ചെയ്യണം. ഇപ്പോൾ തേർഡിലാണ് പോകുന്നത്. നമ്മൾ പുറകിൽ നിന്ന് ഇപ്പോൾ വണ്ടികളൊക്കെ കയറി വരുന്നുണ്ട്. ഞാനിത് സെൻറ്റർ മിററിലൂടെ നോക്കുന്നുണ്ട്, കണ്ടില്ലേ? അപ്പോൾ നമുക്ക് ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഇനി നമുക്ക് വാഹനം ലെഫ്റ്റ് സൈഡിലേക്ക് നിർത്തണമെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ഞാൻ ഇൻഡിക്കേറ്റർ ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് കൊടുക്കുന്നു. ഇൻഡിക്കേറ്റർ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ പതുക്കെ വാഹനം സൈഡിലേക്ക് ഒതുക്കുകയാണ്. അപ്പോൾ എൻ്റെ കാല് മെല്ലെ ക്ലച്ചിൻ്റെ മുകളിലേക്ക് എടുത്ത് വെച്ചു. ബ്രേക്ക് മെല്ലെ സ്ലോ ചെയ്തുകൊണ്ട് ഞാൻ ഈ വാഹനം ഇങ്ങോട്ട് വരുന്നു. അതിന് ശേഷം വണ്ടി നിർത്താൻ തുടങ്ങുമ്പോൾ ക്ലച്ചും ബ്രേക്കും കൂടെ ചവിട്ടിയിട്ട് വണ്ടി നിർത്തുന്നു. ശേഷം നമുക്ക് വീണ്ടും വണ്ടി എടുക്കാനായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുക, ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്യുക. ഇനി വണ്ടി നമുക്ക് റോഡിലേക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ കൊടുക്കുക. അപ്പോൾ നമുക്ക് പുറയുന്ന വരുന്ന വണ്ടികൾക്ക് ഇത് ഇവിടുന്ന് ഒരു വണ്ടി എടുക്കാൻ തുടങ്ങുന്നു എന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. പാർക്ക് ചെയ്ത വണ്ടിയാണെന്ന് മനസ്സിലാവും. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് ഗിയർ കൊടുത്ത് ക്ലച്ച് നയിക്കുന്ന സെയിം ടൈമിൽ ആക്സിലേഷൻ കൊടുത്ത് നമ്മൾ വണ്ടി ഇത് മുന്നോട്ടെടുക്കുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഗുണമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. ഓക്കെ, ബൈ. ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിൻ്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും.